നമസ്കാരം എല്ലാ കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മളങ്ങനെ BSc ഡിഗ്രി ക്ലാസ്സാണ് ഇന്നത്തേത്. ഞാൻ നേരത്തെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, പക്ഷേ മറ്റുള്ള ക്ലാസ്സുകളുടെ സമയം ഒത്തിരി വേണ്ടതുകൊണ്ട് നമുക്ക് ഈ ഡിഗ്രി ക്ലാസ്സുകൾ കൂടുതൽ എടുക്കാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കാരണം നല്ല കുറേ ക്വസ്റ്റ്യൻസുകൾ നല്ല ലെങ്തി ആയിട്ട് സിംപ്ലിഫിക്കേഷൻ വളരെ ഫാസ്റ്റായിട്ട് കുട്ടികൾ ആ +2 ലെവലിൽ നിന്നും വലിയൊരു ലെവലിലോട്ട് മാറുന്ന രീതിയാണ് കാണുന്നത്. പക്ഷേ അത് ഒട്ടുമിക്ക കുട്ടികൾക്കും താങ്ങാനാവാത്തൊരു കാര്യമാണ്. നമ്മൾ +2-ൽ നല്ല എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് ഒത്തിരി കൂടുതൽ മാർക്ക് വാങ്ങുന്നെങ്കിൽ ഇവിടെ ഒത്തിരി ചെയ്തുകൊണ്ട് ഇത്തിരി മാർക്കാണ് വാങ്ങുന്നത്. അതാണ് വ്യത്യാസം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ചെയ്യാനുള്ള നല്ല രീതിയിൽ കൂടെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഡിഗ്രിക്കുള്ളത്. അത് പ്രത്യേകിച്ച് ഡിഗ്രി മെയിൻ മാത്സ് എടുക്കുന്നു. മെയിൻ മാത്സ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ചേർന്നവർക്ക് ഡിഗ്രി മെയിൻ മാത്സ് എടുത്തവർക്ക് അതൊരു പവറാണ്. കാരണം എന്തുകൊണ്ടാണ്, മാത്സ് മെയിനായിട്ട് ഞാൻ എടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ മാത്സിനെ ഞാനൊരു മെയിൻ സബ്ജക്റ്റാക്കി പഠിക്കുകയാണ്. അത് ആ ഡിഗ്രി ചെയ്തെടുക്കുകയാണ്, ചെറിയ കാര്യമല്ല. അതിനോടൊപ്പം തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മറ്റുള്ള കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ഒക്കെ എടുത്തവർക്ക് സബ്സിഡറി ആയിട്ട് കോംപ്ലിമെൻ്ററി മാത്സ് പഠിക്കാനുണ്ട്. അവർക്കും അത്ര മോശമല്ലാതെ പഠിക്കാനുണ്ട്. ഏകദേശം 2 വർഷം 4 സെമ്മിൽ വരെ പഠിക്കാനുള്ളവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറേ ചാപ്റ്റേഴ്സുകൾ എന്നുള്ളതിനല്ല, നമുക്കൊരു കോൺസെൻട്രേറ്റ് ചെയ്താണ് പഠിക്കുന്നത്. ഒരു ചാപ്റ്റർ, ഒരു ടോപ്പിക്കിനെ കൂടുതൽ പഠിക്കുക, അല്ലാതെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒത്തിരി ചാപ്റ്റേഴ്സ് പഠിക്കുക അല്ല. അതാണ് ഡിഗ്രി ലെവലിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒത്തിരി കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പല ടോപ്പിക്സ് ഉണ്ട്. നമ്മൾ +2-ൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ളതുണ്ട്, പുതിയ ടോപ്പിക്സുകളുണ്ട്, ഒത്തിരി ഉണ്ട്. ഞാനിന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യം. ഇപ്പം നമുക്കറിയാം sin² θ, sin³ θ, sin⁵, sin⁷, sin⁷. ഇങ്ങനെയുള്ള പവറുകളെയൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പഠിപ്പിക്കുക. അതാണ് നമ്മുടെ ഇന്നത്തെ. ഇപ്പോൾ sin⁶ θയുടെ എക്സ്പാൻഷൻ ആസ് എ മൾട്ടിപ്പിൾസ് ഓഫ് സൈൻ. അതുപോലെ cos⁻⁷, cos⁵, cos⁶, ഇതിനെയൊക്കെ എക്സ്പാൻഡ് ചെയ്ത് മൾട്ടിപ്പിളിലോട്ട് മാറ്റുക. cos�6 θ, cos⁵ θ, ഇങ്ങനെയുള്ള ടേംസുകളിലോട്ട് മാറ്റുന്നതാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾക്ക് ഇത് ആവശ്യമാണെന്നുള്ള തോന്നുന്നവരിലോട്ടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മളിതിന് യൂസ് ചെയ്യുന്ന ഫോർമുല ഡി മൂവീസ് ഫോർമുലയാണ്. ഇയാളുടെ പേര് സയൻറ്റിസ്റ്റിൻ്റെ പേര് ഇതാണ്, ഡി മൂവീസ്. ഓക്കെ, ഡി മൂവീസ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് എന്ന് കേട്ടോ. x ഈസ് ഈക്വൽ ടു cos θ + I sin θ എന്നെടുക്കുന്നു. ഓക്കെ, അപ്പോൾ x cos θ + I sin θ ആണെങ്കിൽ 1/x എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ cos θ - I sin θ എന്ന് വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇതെങ്ങനെയാണെന്നല്ലേ, x cos θ + I sin θ ആണെങ്കിൽ 1/x എന്ന് പറഞ്ഞാൽ 1/cos θ + I sin θ ആണ്. അതിൻ്റെ കോഞ്ചിയേറ്റോണ്ടൊക്കെ താഴെ വേണ്ടെങ്കിൽ ഇൻറ്റു ചെയ്താൽ ഇത് കിട്ടും. അത്രയും വിചാരിച്ച് ഇതൊന്നും നമ്മൾ ഇനിയും അവിടോട്ടൊന്നും പോകണ്ട, ചെയ്യുന്നെങ്കിൽ ചെയ്യാം കേട്ടോ. 1/, ആക്കുക, പിന്നെ കോഞ്ചിയേറ്റോണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസർ കിട്ടിക്കോളും. അപ്പോൾ ഇത് രണ്ടും പഠിച്ചോണ്ട് x ഈസ് ഈക്വൽ cos θ + I sin θ ആണ്. 1/x cos θ - I sin θ. then x + 1/x. x + 1/x എന്ന് പറഞ്ഞാൽ രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ നോക്കിക്കുമ്പോൾ രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതങ്ങ് വിട്ടുപോകത്തില്ലയോ. അപ്പോൾ cos θ + cos θ എത്രയായി? 2 cos θ ആയി. ശരിയല്ലയോ? അതുപോലെ x - 1/x. x - 1/x എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ cos θ വിട്ടുപോകും കേട്ടോ. അപ്പോൾ I sin θ മൈനസ്, അപ്പോൾ പ്ലസ് ആയിക്കൊണ്ട് 2I sin θ എന്ന് വരും. മറ്റൊരു റിസൾട്ട് x + 1/x ആൻഡ് x - 1/x. ഇനി ഇതിനുള്ളിൽ നിന്നും 1-2 മോഡിഫിക്കേഷൻസ് കൂടെ പറയാണ്. x² + 1/x², ഇത് x + 1/x ആണ്. x² + 1/x² എന്ന് പറഞ്ഞാൽ 2 cos, നോക്കിക്കോണം, 2 θ. ഓക്കെ, x + 1/x 2 cos θ, x² + 1/x² is 2 cos 2 θ. അവിടെ ചെറിയ ലോജിക്ക് ഉണ്ട് അല്ലേ. ഇപ്പോൾ കാണാൻ പറ്റും x⁵ + 1/x⁵ can be 2 cos 5 θ. ഇപ്പോൾ നിങ്ങൾ ഇതും കൂടെ ഒന്ന് നോക്കിക്കവനെ, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കിക്കോ. ഇത് x വെറും 1/x, ഇത് x², ഇത് 1/x², ഇത് x⁵ 1/x⁵. അങ്ങനെ വരുമ്പോൾ ഇവിടെ എല്ലാം 2 ഉണ്ട്. അവിടെ അങ്ങ് വ്യത്യാസമില്ല അല്ലേ. ഇവിടെ cos θ, ഇവിടെ cos 2 θ, ഇവിടെ cos 5 θ. അപ്പോൾ ഈ പവറാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വാട്ട് ഈസ് x⁻10 + 1/x⁻10? എളുപ്പം പറ. x⁻10 + 1/x⁻10 വരുമ്പോൾ 2 cos 10 θ. അപ്പോൾ ജനറലായിട്ട് പറഞ്ഞാൽ x⁻n + 1/x⁻n ആരാന്ന് ചോദിച്ചാൽ 2 cos n θ. അതാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ n മാറുന്നതിനനുസരിച്ച് ഈ പ്ലേസ് മാറിക്കൊണ്ടിരിക്കും. ദാറ്റ്സ് ഓൾ. അപ്പോൾ x6 + 1/x6 എത്ര ആയിരിക്കും? 2 cos 6 തീറ്റ. അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x - 1/x നമുക്ക് കിട്ടിയായിരുന്നു. എത്രയായിരുന്നു? 2i sin തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x² - 1/x². x² - 1/x² എന്ന് 2i sin 2 തീറ്റ എന്നേ ഉള്ളൂ. x³ - 1/x³ എന്ന് പറഞ്ഞാൽ 2i sin 3 തീറ്റയാണ്. x6 - 1/x6 = 2i sin 6 തീറ്റ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം ഫസ്റ്റ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതങ്ങോട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലൂടെ കയറാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും അടിപൊളിയായിട്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ ഡിഗ്രി ആയതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറയണോ? നിങ്ങൾ ശ്രദ്ധിച്ചേ ഇരിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ തോന്നൽ. കാരണം നമ്മളൊരു +2 എന്ന് പറയുമ്പോൾ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ ഭയങ്കര ചീത്തവിളി കേട്ടിട്ടായിരിക്കും പഠിക്കാനിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സിലോട്ടൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മെച്യൂരിറ്റി നിങ്ങൾ പഠിത്തത്തിൽ കാണിച്ചിരിക്കണം. ആരും പറയേണ്ട ആവശ്യമില്ല ഇത് ചെയ്ത് തീർക്കുക, മീൻസ് ഡിഗ്രി പഠിക്കുക ചെയ്ത് തീർക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച് പോയ കോഴ്സാണ്. ഇതിനെ കവറപ്പ് ചെയ്തെങ്കിൽ ഇനി ജോലിയിലോട്ട് പോവുള്ളൂ. അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് പഠിച്ചോണം. ഏറ്റവും നല്ല രീതിയിൽ കൂടെ മാക്സിമം നിങ്ങളുടെ പവർ, പഠിക്കാനുള്ള കഴിവ് ഇതിനകത്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് cos 7 തീറ്റ ഇൻ ടേംസ് ഓഫ് കോസ് തീറ്റ. നമ്മൾ cos 7 തീറ്റയെ കോസ് തീറ്റയുടെ മൾട്ടിപ്പിളിലോട്ട് മാറ്റുകയാണ്. അതാണ് കൊസൈൻസിൻ്റെ സീരീസിലോട്ടാണ് മാറ്റുന്നത്, സൈനിലോട്ട് മാറ്റുന്നില്ല. ഇതൊക്കെ മാറ്റാം കേട്ടോ. സൈനിലോട്ടൊക്കെ ഇങ്ങനെ മാറ്റി എഴുതാം. നമുക്ക് വേണ്ടത് കോസാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതണം. എന്താണ്? x = ആരായിരുന്നു? cos തീറ്റ + i sin തീറ്റ. അങ്ങനെയാണെങ്കിൽ 1/x എന്ന് പറഞ്ഞാൽ cos തീറ്റ - i sin തീറ്റ. x + 1/x എന്ന് പറഞ്ഞാൽ 2 cos തീറ്റ. അതുപോലെ അങ്ങനെ. അപ്പോൾ ജനറലായിട്ട് പറഞ്ഞാൽ ആരായിരുന്നു? x⁻n + 1/x⁻n എന്ന് പറഞ്ഞാൽ 2 cos n തീറ്റയാണ്. എല്ലാവർക്കും അറിയാം. നമുക്കിവിടെ വേണ്ടത് cos 7 തീറ്റയാണെങ്കിൽ നിങ്ങൾ തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ്. ഓക്കെ, 2 cos തീറ്റ. 2 cos തീറ്റ ഹോൾ റേസ് ടു 7. ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ക്വസ്റ്റ്യൻ. ഓക്കെ, cos 7 വേണമെങ്കിൽ 2 cos തീറ്റ ഹോൾ റേസ് 7. cos 6 തീറ്റ വേണമെന്നുണ്ടെങ്കിൽ cos 6 വേണമെങ്കിൽ 2 cos തീറ്റ ഹോൾ റേസ് 6. cos 8 തീറ്റയുടെ ആയിരുന്നുവെങ്കിൽ 2 cos തീറ്റ ഹോൾ റേസ് ടു 8. അങ്ങനെ വേണം തുടങ്ങാൻ. 2 cos തീറ്റ ഹോൾ റേസ് 7 എന്ന് പറയുമ്പോൾ 2 cos തീറ്റ ആരായിരുന്നു? x + 1/x അല്ലേ? x + 1/x ഹോൾ റേസ് ടു ആരാണ്? 7. നമ്മളിതൊക്കെ പണ്ട് പേടിച്ചിരുന്നത് +1 ആയിരുന്നു നമ്മുടെ ബൈനോമിയൽ തിയറം പഠിക്കാൻ. അന്ന് ഇത് ഭയങ്കര പാടായിരുന്നു അല്ലേ? ഇപ്പോഴൊന്നും പാടാവേണ്ട ആവശ്യമില്ല, ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ തുടങ്ങാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, x + 1/7 എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ x⁻7 എഴുതണം. +7c1 x⁻6 അറിയാമല്ലോ, ഓരോ പവർ വെച്ച് ഇങ്ങനെ കുറയും കേട്ടോ. x⁻7 എഴുതി, 7c1 x⁻6 എഴുതുക, ഇൻറ്റു സെക്കൻഡ് ടേമായ 1/x എഴുതുക, +7c2 എഴുതുക, x⁻5 എഴുതുക കേട്ടോ. x⁻5 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൻ്റെ പവർ കുറയണം, സെക്കൻഡ് ടേമിൻ്റെ പവർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. x⁻5 എഴുതുക, അതിൻ്റെ കൂടെ 1/x² ഓക്കെ, 1/x² +7c3 x⁻4 ഉണ്ടോ. x⁻5 നിന്ന് 4 ആയി, 1/xൻ്റെ പവർ കൂടി മോനെ 3 ആയി. ഓക്കെ, നിങ്ങൾ നോക്കിയ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നോക്കിക്കേ, 6ഉം ഇവിടുത്തെ പവർ 1 ഇവിടെ ചേരുമ്പോൾ 7, ഇവിടെ 5ഉം 2ഉം 7, 4ഉം 3ഉം 7. എപ്പോഴും ഈ പവർ ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും ഫുൾ. ഓക്കെ, അടുത്ത് വരുമ്പോൾ 7c4 x³ ആവും കേട്ടോ. 4-ന് 3 ആയി, 1/xൻ്റെ പവർ കൂടി 4 ആയി. ഓക്കെ, പ്ലസ് 7c4 വരെ ആയുള്ളൂ. 7c5 ഉണ്ട്, x² ഇൻറ്റു 1/x ഹോൾ റേസ് 5. 7c6 ആയി, x ആയി, 1/x ഹോൾ റേസ് എത്ര ആയി? 6 ആയി. ഉണ്ടോ, 1/x ഹോൾ റേസ് 6 ആയി, 5ൻ്റെ പവർ കൂടി. ലാസ്റ്റിൽ 1/x ഹോൾ റേസ് 7 മതി. ലാസ്റ്റ് ടൈമാണെന്ന് എങ്ങനെ തിരിച്ചറിയുന്ന മോനെ? 7c ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ 7c5, 7c6, 7c7 രണ്ട് സെയിമാണ്. 7c7 എന്ന് വായിക്കാൻ തുടങ്ങുമ്പോഴേ ഓർത്തോണം ലാസ്റ്റ് ടൈം ആണെങ്കിൽ ഈ 1/xൻ്റെ ഒരു പവറും കൂട്ടിയിട്ടാൽ മതി. ഈ രണ്ട് ടൈമിൻ്റെയും കണ്ടിന്യൂഷൻ ഇവിടെ വരത്തില്ല, ഒറ്റ ഒരാളെ വരത്തുള്ളൂ കേട്ടോ.
ഫസ്റ്റ് ടൈമിലും ഒരാൾ, ലാസ്റ്റ് ടൈമിലും ഒരാൾ. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ x7 വരും, ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1/x7 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ x7 എഴുതുക. 7c1 എല്ലാവർക്കും അറിയാം, 7 ആണെന്നറിയാം. ഈ x6 കട്ട് ചെയ്യുമ്പോൾ എത്ര ആവും? x5 ആവും. 7c2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒക്കെ അറിയാമായിരിക്കുമല്ലോ, അതൊക്കെ ചെയ്യാൻ അറിയാം. 7c2 എന്ന് പറഞ്ഞാൽ 7 × 6/1 × 2 ആൻസർ 42, 21. ഓക്കെ, ശ്രദ്ധിച്ചോണം. 7c2നെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 7 തുടങ്ങി 2 പേർ 2 ഉണ്ടോ. 7 × 6/1 × 2 ആൻസർ 21 കിട്ടും. അപ്പോൾ 7c2 എത്രയായി? 21. ഈ x5ഉം ഇവിടുത്തെ 1/x² നമ്മൾ കട്ട് ചെയ്യുമ്പോൾ x³ ആയിട്ട് മാറും കേട്ടോ മോനെ, x³. കാരണം ഈ x² താഴെ വരും കേട്ടോ. ഈ സ്ക്വയർ ഇവിടെ വരുമ്പോൾ 5ഉം 2ഉം തമ്മിൽ കട്ട് ചെയ്ത് 3 വരും. നെക്സ്റ്റ് 7c3. 7c3 വരുമ്പോൾ 7 × 6 × 5/1 × 2 × 3 ക്യാൻസൽ, ആൻസർ 35. ഓക്കെ, 7c3 ആണ് കേട്ടോ, 7c3. അപ്പോൾ 7c3 എത്രയായി? 35 ആയി. ഇവിടെ x4, ഇവിടെ x³ കട്ട് ചെയ്യുമ്പോൾ ഒരു x അവിടെ വരും കേട്ടോ. പ്ലസ് എന്ന് പറഞ്ഞാൽ പവർ ഇങ്ങനെ 2 വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. 7, 5, 3, 1. അടുത്ത -1. -1 എന്ന് പറയുമ്പോൾ താഴോട്ടാവും കേട്ടോ. ഇവിടെ 1 ആയി, 2 കുറയുമ്പോൾ ഇനി എത്ര ആവും? -1 ആവും, താഴെയാവും. 7c4. 7c4 എന്ന് പറഞ്ഞാൽ മോനെ അത് 7c3 ഈക്വൽ. ഡിഗ്രി പഠിക്കുന്നവരൊക്കെ അറിഞ്ഞിരിക്കണം. 7c4ഉം 7c3 ഈക്വൽ കണ്ടോ. ഈ 7c4 ഇതിൻ്റെ തന്നെ വ്യത്യാസമാണ് 3 ഉണ്ടല്ലേ. അപ്പം അല്ലെങ്കിൽ 7c3 7ൻ്റെ 3യുടെയും വ്യത്യാസമാണ് 4. അപ്പോൾ തമ്മിൽ ഈക്വൽ കേട്ടോ. മറന്നു പോലെ കണ്ടോ. 4 + 3 എത്ര? 7 അല്ലേ. അപ്പോൾ തമ്മിൽ ഈക്വലാണ് കേട്ടോ. അപ്പോൾ 7c4 എന്ന് പറയുക 7c4 നോക്കി ഇവിടെയാണ്. ആ 7c3യുടെ വാല്യൂ 35ന് ഈക്വലാണ്. 35 × നോക്കിക്കേ, ഇവിടെ x³ ഇവിടെ x4. താഴെയാണ് x4. മണ്ടയ്ക്ക് x³ ഉള്ളൂ. അപ്പോൾ എവിടെയാണ് കൂടുതൽ? താഴെ. എത്രണ്ണം? 1 x. ഓക്കെ, 35/x പ്ലസ്. നെക്സ്റ്റ് 7c5. 7c5 എന്ന് പറഞ്ഞാൽ 7c2 ഈക്വൽ മോനെ. 7c2 നമ്മൾ മുമ്പേ ചെയ്തത്ര 21. ഓക്കെ, 21/x³ വരും കേട്ടോ. നോക്കിയോ, 7c5 ഇവിടെ x², ഇവിടെ താഴെ x5 വരും. ഈ 5 ഇവിടെ വരുമ്പോൾ 2ഉം 5ഉം. അപ്പം നമുക്ക് വ്യത്യാസം എത്രയാണ്? 5 - 2 3 കേട്ടോ. ഓക്കെ, 21/x³. നെക്സ്റ്റ് 7c6 7 ആണ്. എക്സും ഇവിടെ x6 വരും കട്ട് ചെയ്യുമ്പോൾ. ഇവിടെ 1, ഇവിടുത്തെ 6ഉം കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ആരാ വരുന്നത്? 5 വരും കേട്ടോ. അപ്പോൾ 7/x5 ലാസ്റ്റിൽ 1/x7. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ്. ഇനി ഇതിനൊരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ x³ ഉണ്ടെങ്കിൽ അവിടെ 1/x³ വേണം. ഈ 2 നമ്പർ സെയിം ആണ് കേട്ടോ. ഇവിടെ x5 ഉണ്ട്, അതിൻ്റെ കൂടെ എത്ര? 7 ഉണ്ട് അല്ലേ. ഇവിടെ കണ്ടോ x5, പക്ഷേ x5 താഴെ ആയിരിക്കും. അപ്പോൾ ആ കോഎഫിഷ്യൻസുകൾ സെയിം ആയിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടേമിനെയും തമ്മിൽ അടുപ്പിച്ചെഴുതണം. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, സെക്കൻഡ് ആൻഡ് സെക്കൻഡ് ലാസ്റ്റ്, തേർഡ് ആൻഡ് തേർഡ് ലാസ്റ്റ്, അങ്ങനെ അങ്ങോട്ട് ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ x7ഉം 1/x7 തമ്മിൽ അടുപ്പിച്ചെഴുതി. പ്ലസ് ഇതും തമ്മിലാണ് 7x5 7/x5. therefore 7 taken as common in x5 plus 1/x5 plus 21x³ 21/x³ 21 taken as common x³ plus 1/x³ plus 35x 35 into x plus 1/x. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കണ്ടോ കറക്റ്റ് വന്ന് കണ്ടോ. ഇതെല്ലാം വാല്യൂ ഉണ്ട് മോനെ. ദാറ്റ് ഈസ് ഈക്വൽ ടു x7 plus 1/x7 എന്ന് പറഞ്ഞാൽ 2 cos 7θ എന്നാണ്. ഓക്കെ, ഇതെൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ x n plus 1/x7 2 cos nθ. ഈ 2 എന്നുകൾ 7 ആയിക്കഴിഞ്ഞാൽ ഇവിടെ 2 cos 7θ. ഓക്കെ, ഇനി 7 into ഇത് വരുമ്പോൾ 2 cos എത്ര ആവും? 5θ. ഇവിടെ രണ്ടിടത്ത് 5 ആയതുകൊണ്ട് 5θ. 21 into 2 cos എത്ര വരും? 3θ. 3 ആയതുകൊണ്ട് 35 into 2 cos θ ആവും കേട്ടോ. x plus 1/x ആയ 2 cos θ. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്നും ചെയ്തില്ലയോ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്ത് വരണം കേട്ടോ. അപ്പോൾ 2 cos θ ഹോൾ 7 ആണ്. അപ്പോൾ 2⁻⁷ഉം cos⁻⁷ 7θ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം അത് തന്നെ വരും കേട്ടോ. 2⁻⁷ cos⁻⁷ 2⁻7 cos⁻7. ലാസ്റ്റ് നമുക്ക് cos⁻⁷θ എന്ന് വരുമ്പോൾ ഈ 2⁻7 താഴോട്ട് പോകും, അപ്പുറത്തോട്ട് വരുമ്പോൾ 1/2⁻7 into 2 cos 7θ പ്ലസ് 14 ആക്കണ്ട കേട്ടോ. ഞാനൊരു സംഭവം പറയാം. 7 into 2 cos 5θ പ്ലസ് 21 into 2 cos 3θ പ്ലസ് 35 into 2 cos θ. ഓക്കെ,
അപ്പോൾ ബ്രാക്കറ്റ് ഇടാം. ഇവിടെ 2 ടേക്കൺ ആസ് കോമൺ. 2 ഇനി കോമണിങ് എടുക്കുമ്പോൾ 1/2⁶ ഇൻറ്റു എന്ന് ബ്രാക്കറ്റ് വരും. എന്തുകൊണ്ടാണെന്ന് നോക്കിക്കേ, ഒരു 2 ഇങ്ങ് പുറത്ത് വരുമ്പോൾ ഇവിടെ 2 വരും. ഈ 2ഉം ഈ 2/7 നമ്മൾ കട്ട് ചെയ്താൽ താഴെ 2/6 ആവും കേട്ടോ. ഓക്കെ, ഈ 2 എല്ലാം ക്യാൻസലായി പോയി എന്നർത്ഥം. ഇവിടെ 2/7 ഉണ്ട്. ഒരു 2 പുറത്ത് വരുന്ന കട്ട് ചെയ്യുമ്പോൾ 2/6 ആയി. ബാക്കി ആയി cos 7θ പ്ലസ് 7 cos 5θ പ്ലസ് 21 cos 3θ പ്ലസ് 35 cos θ. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലിയർ ആണല്ലോ, ഒത്തിരിയൊക്കെ എഴുതാനുണ്ട് അല്ലയോ. നമ്മൾ +1 ആണെങ്കിൽ +2 ഇത്രയൊന്നും എഴുതാനില്ലായിരുന്നല്ലേ. നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരെണ്ണമാണ്. പ്രൂവ് ദാറ്റ് sin raised to 8θ ആണ്. sin raised to 8 ആണ്, ഈവൻ പവറാണ്, അതുകൊണ്ടാണ് ഇതെല്ലാം കോസിലായത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആൻസർ വരുമ്പോൾ 1/128 ഇൻറ്റു പ്രൂവ് ദാറ്റ് ആണ് കേട്ടോ. എക്സാമിന് മിക്കവാറും ഈ പ്രൂവ് ദാറ്റ് ഉറപ്പാണ്, പഠിച്ചിരുന്നോണം. പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും എക്സാമിന് വരുന്നത്. 1/128 ഇൻറ്റു cos 8θ മൈനസ് 8 cos 6θ 28 cos 4θ മൈനസ് 56 cos 2θ പ്ലസ് 35. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിക്കോണം, ചെയ്യാൻ പോവാണ്, നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നോണം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ യൂസ് ചെയ്യും. എന്തൊക്കെയായിരുന്നു? എക്സ് എന്ന് പറഞ്ഞാൽ cos θ പ്ലസ് i sin θ ആണ്. 1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos θ മൈനസ് i sin θ ആണ്. അങ്ങനെയാണെങ്കിൽ x പ്ലസ് 1/x എന്ന് പറഞ്ഞാൽ 2 cos θ ആണ്. എക്സ് മൈനസ് 1/x എന്ന് പറഞ്ഞാൽ 2i sin θ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് വേണ്ടതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് സൈൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് 2i sin θ. ഓക്കെ, ഹോൾ റൈസ് ടു 8 എന്ന് വേണം തുടങ്ങാൻ. 2i sin θ അല്ലെ, മറ്റേ നമ്മൾ 2 cos θ റേസ് ടു ആണെങ്കിൽ ഇവിടെ 2i sin θ ഹോൾ റൈസ് ടു 8 എന്ന് വേണം തുടങ്ങാൻ. ഈസ് ഈക്വൽ ടു 2i sin θ. 2i sin θ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? x മൈനസ് 1/x. ഓക്കെ, x മൈനസ് 1/x ഹോൾ റേസ് ടു 8. ഇനി അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പോട്ടോ, ശ്രദ്ധിച്ചിരുന്നോണം. ആദ്യം x റേസ് ടു 8 ആണല്ലോ, മൈനസ് കേട്ടോ. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ മൈനസും പ്ലസും വന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, x റേസ് ടു 8 മൈനസ് അടുത്തെന്താണ്? 8c1 x റേസ് 7 ഇൻറ്റു 1/x പ്ലസ് 8c2 x റേസ് 6 ഇൻറ്റു 1/x ദ ഹോൾ സ്ക്വയർ മൈനസ് 8c3 ഇൻറ്റു x റേസ് 5 ഇൻറ്റു 1/x ദ ഹോൾ ക്യൂബ് പ്ലസ് 8c4 ഇൻറ്റു x റേസ് 4 ഇൻറ്റു 1/x റേസ് 4. ഇനി മൈനസ് ആണ് 8c5 x ക്യൂബ് ഇൻറ്റു 1/x ഹോൾ റേസ് 5 പ്ലസ് 8c6 ഇൻറ്റു x സ്ക്വയർ ഇൻറ്റു 1/x ഹോൾ റേസ് 6. അപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഫസ്റ്റ് ടേമായി എക്സിൻ്റെ പവർ ഇങ്ങനെ കുറയുകയും 1/xൻ്റെ പവർ കൂടിക്കൊണ്ടേയിരിക്കും ഓരോ ടേം കഴിയും തോറും കേട്ടോ. അടുത്തത് മൈനസ് 8c7 എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ആയി ഇൻറ്റു 1/x ഹോൾ റേസ് 7. അടുത്ത ടൈം ലാസ്റ്റ് ആമാനെ 1/x ഹോൾ റേസ് ടു 8. ഓക്കെ, ഇവിടെ കണ്ടോ ഓൾട്ടർനേറ്റീവ് പോസിറ്റീവ് ആവും, നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. ഈ സഫിക്സിൽ 3 വരുമ്പോഴെല്ലാം നെഗറ്റീവിലും സഫിക്സിൽ ഓഡ് വരുന്ന എല്ലാം 3 മീൻസ് ഓഡ് നമ്പർ എല്ലാം വരുമ്പോൾ നെഗറ്റീവ് കണ്ടോ. ഈവൻ നമ്പർ എപ്പോൾ വന്നാലും പ്ലസ്സിലുമായിരിക്കും. ഓർത്തോണം, അതൊക്കെ അങ്ങനെ ഒരു പ്രത്യേകതയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 8. 8c1 8 ആണ്. ഇത് തമ്മിൽ കട്ട് ചെയ്താൽ എക്സ് റൈസ് ആര് വരുമ്പോൾ 6. ഇവിടെ 7 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, 7ൽ നിന്ന് 1 പോയാൽ 6. 8c2 എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 7/1 ഇൻറ്റു 2 ആൻസർ ഈസ് 28. മറന്നു പോലെ കേട്ടോ. 8c2 എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 7/1 ഇൻറ്റു 2 ആൻസർ 8 ഇൻറ്റു 7 56/2 28. ഓക്കെ, അപ്പോൾ 28 8c2 28. ഇത് നോക്കിയാൽ മതി, ഇവിടെ 8 അല്ലേ, ഇവിടെ 6, അങ്ങനെയാണെങ്കിൽ 4 ആയിരിക്കും കേട്ടോ. മറന്നുകൊണ്ട് ഇവിടെ 6. ഈ എക്സ് സ്ക്വയർ താഴെ വരുമ്പോൾ 6 - 2 4. അടുത്ത 8c3യുടെ വാല്യൂ കണ്ടുപിടിക്കുന്ന നോക്കണം. 8c3 വരുമ്പോൾ 8 ഇൻറ്റു 7 ഇൻറ്റു 6/1 ഇൻറ്റു 2 ഇൻറ്റു 3 വെട്ടിപ്പോയിക്കുന്ന 8 7 56 കേട്ടോ. 8c3 എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 7 ഇൻറ്റു 6/1 ഇൻറ്റു 2 ഇൻറ്റു 3 വെട്ടിപ്പോൾ 56. അപ്പോൾ 8c3 എത്രയായി? 56. ഇവിടെ എക്സ് റൈസ് 5 എക്സ് ക്യൂബ് കട്ട് ചെയ്താൽ ഞാൻ പറഞ്ഞു ഇവിടെ 4 അല്ലയോ, ബാക്കി എത്രയേ വരത്തുള്ളൂ? 2 ആയിരിക്കും. കാരണം ഇവിടെ എന്തുണ്ട്? ഇവിടെ 3 വരും, 5ഉം 3ഉം കുറച്ച് 2 വരും കേട്ടോ. 8c4നെ ചെയ്യാനുള്ള വഴി എന്തായിരുന്നു നോക്കിക്കേ. 8c4 എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5/1 2 3 4. ഓക്കെ,
2 ഗുണം 4 ഇത് വെട്ടിപ്പോയി, 3 ഗുണം 2 ഇത് വെട്ടിപ്പോയി. ആൻസർ ഈസ് 70. ഓക്കെ, 70. ഓക്കെ, 8C4 ആണ്. 70 ആയി. ഇത് തമ്മിൽ വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ല കേട്ടോ, അതെല്ലാം പോയി. ഇനി 8C5 8C3 കീക്കില്ല മോനെ. 8C3 എത്ര? 56 ആണ്. അപ്പോൾ 56/x² ആയിരിക്കും കേട്ടോ. 56 ഉണ്ടല്ലോ. 8C5 56 ആണ്. ഇവിടെ എക്സ് ക്യൂബും ഇവിടെ ബൈ 5ഉം വരുമ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ x² വരും കേട്ടോ. ഇനി 8C6 8C2 ഈക്വൽ 28 ആണ്. 28/x4 കിട്ടണം മോനെ. ഇവിടെ 2 ആണെങ്കിൽ പിന്നെ 4. ഇനി ഇങ്ങനെ താഴെ പവർ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ, താഴെ പവർ കൂടിക്കൊണ്ടിരിക്കും. അടുത്തത് 8C7 ചെയ്യേണ്ട ആവശ്യമില്ല. 8C7 8 ആണ് കേട്ടോ. 8C7 8 ആണ്. ഇവിടെ എക്സ് 7, ഇവിടെ 7 വരും. അപ്പോൾ 7ൽ നിന്ന് 1 പോയാൽ 6, അല്ലെങ്കിൽ തന്നെ 4 ആണ്. അടുത്ത 6 ആയിരിക്കും കേട്ടോ. അടുത്ത ലാസ്റ്റിൽ 1/x8. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പോലെ ഇവിടെ x8 ഉണ്ട്, ഇവിടെ 1/x8 ഉണ്ട്. അവരെ തമ്മിൽ അങ്ങോട്ട് അടുപ്പിച്ചെഴുതണം. x8 പ്ലസ് 1/x8. ഇത് കണ്ടോ, -8x6 -8/x6. therefore -8 കോമൺ ആസ് x6 പ്ലസ് 1/x6. ഇത് പ്ലസ് കണ്ടോ, കറക്റ്റ്. ഇതും പ്ലസ് കണ്ടോ, പ്ലസ്. അപ്പോൾ അവിടെ നിന്ന് കറക്റ്റായിട്ട് 28നെ കോമൺ എടുത്താൽ x4 പ്ലസ് 1/x4. അടുത്ത 56 -56 കോമൺ x² പ്ലസ് 1/x² കേട്ടല്ലോ. -56x² -56/x² -56 taken as common in bracket x² plus 1/x². ആൻഡ് ലാസ്റ്റ് തീർന്നല്ലോ. ഇനി ഒരു നമ്പർ കൂടെ ഉള്ളൂ അല്ലേ, +70. ഓക്കെ, അയാൾക്ക് കൂട്ടില്ല, മറ്റവർക്കെല്ലാം കൂട്ടുണ്ടായിരുന്നു, ഒരാൾക്ക് കൂട്ടില്ല. x8 പ്ലസ് 1/x8 എന്ന് പറഞ്ഞാൽ 2 cos 8θ 8 × 2 cos 6θ പ്ലസ് 28 × 2 cos 4θ കേട്ടോ. ഇത് 2 cos 4θ -56 × 2 cos 2θ പ്ലസ് 70. ഓക്കെ, ലെഫ്റ്റ് സൈഡ് മറന്നുപോയില്ല അല്ലേ, മറന്നുപോയിട്ടില്ലല്ലോ. ഇവിടെ 2�8 വരും കേട്ടോ. 2�8 I�8 sin�8θ. ഓക്കെ, 2�8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നോക്കിക്കേ, 256 വരും കേട്ടോ. 2 8 തവണ × 256 256. I�8 എന്ന് പറഞ്ഞാൽ 1 മോനെ. ഐയുടെ പവറിൽ 8 വന്നു കഴിഞ്ഞാൽ 4ൻ്റെ മൾട്ടിപ്പിളാ 1. അപ്പോൾ അത് വിട്ടേരെ. പിന്നെ × sin�8θ കേട്ടോ. I�8 1 ആയതുകൊണ്ട് എഴുതിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കേട്ടോ. 256 ഇത്രയും കിട്ടി കേട്ടോ. 256 × sin�8θ. അവിടെ നമുക്ക് sin�8θ വേണമെങ്കിൽ 1/256 × ബ്രാക്കറ്റിൽ ഇത്രയും വരും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവനെ ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2 70ക്കുള്ളിലുണ്ട് മോനെ ഒരു 2 അല്ലേ. ആ 2നെ ഇങ്ങ് കോമെടുത്താൽ ഈ 2 ആയിട്ട് വെട്ടിക്കളയാം, ശരിയല്ലേ. വെട്ടിക്കളഞ്ഞാൽ ബാക്കി 1/128 × ഈ 2 എല്ലാം പോയ ശേഷം ആൻസർ കിട്ടും. നോക്കിക്കേ, cos 8θ എന്ന് ആദ്യത്തെ വരും കേട്ടോ. cos 8θ. ഈ 2 പോയി കേട്ടോ. 2നെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇവിടെ കേട്ടോ. ബാക്കി -8 cos 6θ. നോക്കിക്കോണേ ശരിയാണോ എന്ന്. കറക്റ്റ് കേട്ടോ. -8 cos 6θ. നെക്സ്റ്റ് പ്ലസ് 28 cos 4θ. അതങ്ങ് നോക്കി എഴുതിക്കോണം കേട്ടോ. -56 cos θ കറക്റ്റ് ആയിരിക്കും കേട്ടോ. cos 2θ. 70 നിന്ന് 2 പോയി കഴിഞ്ഞാൽ പ്ലസ് ആരായി 35. ഓക്കെ, അപ്പോൾ അടിപൊളി ക്വസ്റ്റനാണ്, അടിപൊളി ക്വസ്റ്റനാണ്. ഞാനങ്ങ് പറയുവാണ്, നിങ്ങൾക്കും തോന്നിയില്ല അല്ലേ. ഇച്ചിരി മെനക്കേട് അല്ലേ, ഇച്ചിരി കഷ്ടപ്പാടാണ്, നമുക്കറിയാം. ഇതൊക്കെ ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റൻസുകളെല്ലാം ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് മാറുകയാണ് കേട്ടോ. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടെങ്കിൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് ഇങ്ങോട്ട് പഠിക്കുക, നല്ല രീതിയിൽ കൂടെ പഠിക്കുക. മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ കുട്ടികളുടെ എല്ലാം, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകൾ എല്ലായിടത്തും മാക്സിമം എല്ലാവരോടും എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കണം. നമ്മുടെ ക്ലാസ് ഇനി ഇങ്ങനെ മാക്സിമം ഞാൻ തരാൻ ശ്രമിക്കാം. നിങ്ങളിരുന്നുകൊണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.